തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രഭാത വന്ദനം. ദൈവവചനം അറിയിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകണം ദൈവമക്കൾ ഓരോരുത്തരും. പത്രോസ് പ്രവൃത്തികളെക്കുറിച്ച് മഹാപുരോഹിതൻ പറഞ്ഞ വാക്കുകൾ ഈ വിഷയത്തിൽ ചിന്തനീയമാണ്. ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായം 28-ാം വാക്യം. യെരുശലേമിൻ്റെ മുക്കിലും മൂലയിലും മുഴങ്ങിക്കേട്ടത് ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു. സുവിശേഷത്തിൻ്റെ സുധീര സാക്ഷ്യമായിരുന്നു. സുവിശേഷനാദത്തിനു മുൻപിൽ ഭരണാധികാരികൾ പോലും ഭയന്ന് വിറച്ചു. ഇവിടെ നിന്നു നമുക്ക് ലഭ്യമാകുന്ന പാഠം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം നമ്മിലൂടെ മുഴങ്ങി ചെല്ലണം എന്നു തന്നെയാണ്. തെസ്സലോനിക്കയിൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയിലും അഖായയിലും മാത്രമല്ല എന്നു തന്നെയാണ് പൗലോസ്യ ഭാഷ്യം. വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട പൗലോസിനെ പറ്റിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ ചരിത്രകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. എന്നെ സാഗോദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, യെരുശലേമിൽ മുഴങ്ങിയ സുവിശേഷ കാഹളം ആയിരങ്ങളെ ആത്മരക്ഷയിലേക്ക് ആനയിച്ചുവെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയല്ലേ? കർത്താവ് നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് മുഴക്കാം സുവിശേഷത്തിൻ്റെ ശംഖനാദം. സ്വർഗം സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.